8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അധിക താരിഫ് ഏർപ്പെടുത്തി അമേരിക്ക 10% അധിക താരിഫാണ് ചുമത്തിയത്. ഒന്നിനു മുൻപ് ഗ്രീൻലാൻഡ് വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ താരിഫ് 25% ഉയർത്തുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഐസിന് എന്താണ് കൂടുതൽ വിവരങ്ങൾ? അമൃത, ഈ താരിഫ് ചുമത്തിയിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ കൃത്യമായ ഒരു സൈനിക നീക്കം നടത്തിയ രാജ്യങ്ങൾക്കെതിരെയാണ്. നമുക്കറിയാവുന്നതാണ്, ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ജർമ്മനി, നെതർലാൻഡ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഒരു സൈനിക പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി ചെറു സൈനിക വിഭാഗങ്ങളെ ഗ്രീൻലാൻഡിലേക്ക് അയക്കുകയും അവിടെ സൈനിക വിന്യാസവും സൈനിക സംയുക്ത പരിശീലനവും എല്ലാം തന്നെ ആരംഭിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഗ്രീൻലാൻഡിനെ വിലയ്ക്ക് വാങ്ങാനുള്ള ഒരു നീക്കം കൃത്യമായും അമേരിക്ക നടത്തിയിരുന്നതിനെ തടസ്സപ്പെടുത്തുക എന്ന നീക്കമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാവുന്നതാണ്, ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഒരു ഓട്ടോണോമസ് ടെറിട്ടറിയാണ്, അല്ലെങ്കിൽ ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്വതന്ത്ര അധികാരമുള്ള പ്രദേശമാണ് ഗ്രീൻലാൻഡ്. ഈ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം സാങ്കേതികമായി ഡെൻമാർക്കിനാണ് ഉള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു, അവിടെയുള്ള ജനങ്ങളെ സ്വാധീനിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയതും ഡെൻമാർക്കിന് പിന്തുണയുമായി രംഗത്തെത്തിയും ഗ്രീൻലാൻഡിനുൾപ്പെടെ സൈനിക പിന്തുണയുമായി രംഗത്തെത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി ഇന്നലെ താരിഫ് ചുമത്തുമെന്ന ഭീഷണി ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ഇന്ന് അത് നടപ്പാക്കുകയും ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 1 മുതൽ 10% താരിഫാണ് ചുമത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 1 മുതൽ ചുമത്തിയിരിക്കുന്ന താരിഫ് ജൂൺ 1 വരെ 10% തുടരുകയും ജൂൺ 1 മുൻപ് കൃത്യമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ ജൂൺ 1 തീയതി മുതൽ 25% ഈ താരിഫ് ഉയർത്തുമെന്നും ട്രംപ് തന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടർച്ചയായി നടന്നപ്പോൾ ശക്തമായ ഒരു എതിർപ്പാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും ഡെൻമാർക്കിന്റെ ഭാഗത്തു നിന്നും. ഡെൻമാർക്കാണ് സാങ്കേതികമായി ഗ്രീൻലാൻഡിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. രണ്ട് രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. പക്ഷേ സൈനിക നടപടിയുടെ സാധ്യതയില്ല എന്ന നിലപാടാണ് ട്രംപ് അറിയിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം ട്രംപ് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്, ഗ്രീൻലാൻഡിനെ ഇപ്പോൾ അമേരിക്ക നിയന്ത്രണത്തിലാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായും ചൈനയും റഷ്യയും അത് കൈയടക്കാനുള്ള നീക്കങ്ങൾ നടത്തും. അത്തരം ഒരു അയൽക്കാരെ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന നിലപാടാണ്. 150-ലേറെ വർഷമായി രാജ്യം ശ്രമിക്കുന്ന ഒരു കാര്യമാണ് എന്നും ട്രംപ് തന്റെ സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്ന ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഗ്രീൻലാൻഡ് ഏത് വിധേനയും കൈവശപ്പെടുത്തുകയും ഗ്രീൻലാൻഡിലെ ആ എണ്ണയുടെ പൂർണ്ണമായ ചൂഷണ സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണ സാധ്യത, എണ്ണയ്ക്ക് ഉപരിയായുള്ള പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണ സാധ്യത ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇത്തരം നീക്കങ്ങളെല്ലാം തന്നെ നടത്തിയത്. അമേരിക്കയുടെ നീക്കങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളുടെ ഭാഗമായി തന്നെയാണ് അധിക താരിഫ് ചുമത്തുമെന്ന ഒരു മുന്നറിയിപ്പ് ഇന്നലെ നൽകുകയും ഇന്ന് അത് കൃത്യമായി 10% അധിക താരിഫ് പ്രഖ്യാപിക്കുകയും ഫെബ്രുവരി 1 മുതൽ, അതായത് അടുത്ത മാസം മുതൽ അതും ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഫ്രാൻസ് മുതൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫ്രാൻസ്, ഫിൻലൻഡ്, നോർവേ, ഡെൻമാർക്ക്, ജർമ്മനി, നെതർലൻഡ്സ്, അതുപോലെ തന്നെ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഇറക്കുമതിക്ക്, അതായത് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയിൽ 10% അധിക താരിഫും ജൂൺ 1 മുമ്പ് ഈ ഗ്രീൻലാൻഡിന്റെ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമായില്ലെങ്കിൽ അത് 25% ഉയർത്തുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇപ്പോൾ 10% അധിക താരിഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താരിഫ് യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നു ട്രംപ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിയായി, കൂടുതൽ വിവരങ്ങൾ നൽകിയത്.